അരിപ്പുട്ടിനുള്ള മാവ് നനച്ച് വെച്ചേക്കാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളത്തിൽ നെയ്യും പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നനച്ച് വെച്ച അരിപ്പൊടിയാണ് ഇത്. തേങ്ങാക്കൊക്കെ ഇപ്പം എന്നാ വിലയാണെന്നറിയാമോ? അതുകൊണ്ട് കുറച്ച് മാത്രം തേങ്ങ എടുക്കുക. നെയ്യും പഞ്ചസാരയും ചൂടുവെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചത് കാണിക്കാൻ പറ്റിയില്ല. ഇത് അതിൽ ചേർക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ വളരെ കുറച്ച് തേങ്ങ, കാര്യം തേങ്ങയുടെ വില ഇത് കൂടുതലാണ്, അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ ഇട്ട് അതിന് ശേഷം നമ്മൾ നെയ്യും പഞ്ചസാരയും ഉപ്പും ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച അരിമാവ് ഇങ്ങനെ പുട്ടുകുറ്റിയിലോട്ട് ഇടണം. എനിക്കറിയാം എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ അറിയാമെന്ന്, എന്നാലും ഞാൻ വെറൈറ്റി പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. ഈ നെയ്യൊക്കെ ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാം. ഇനി നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കാം. നമ്മുടെ പുട്ടിന് ആവി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ആവിയോട് കൂടിയ ചൂട് പുട്ട് റെഡി. നമുക്കിന്ന് പുട്ടിൻ്റെ കൂടെ കറിയൊന്നുമില്ല കേട്ടോ. പഞ്ചസാര മാത്രം ഇട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ചൂടാണേ ഇന്ന്.